ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? അങ്ങനെ ഞങ്ങളിതാ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇപ്പം നല്ല പച്ചക്കറിയും കുറച്ച് അത്യാവശ്യ സാധനങ്ങളെല്ലാം വാങ്ങണം കേട്ടോ. അപ്പോൾ പുതിയൊരു കട ഓപ്പൺ ആക്കി എന്നിട്ട് അവിടെയാണ് പോണത് കേട്ടോ. അവിടെ നല്ല ഓഫർ ഉണ്ട് എന്നിട്ട് പോവുകയാണ്. പൊതുവേ അവിടെ എല്ലാം ഓഫർ തന്നെയാണ്. എനിക്ക് തോന്നി ചോക്ലേറ്റിനെല്ലാം ഡേറ്റ് എല്ലാം കുറവായിരിക്കും. ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2 ആഴ്ചത്തെ 3 ആഴ്ചത്തെ ഡേറ്റ്, അല്ല ഒരാഴ്ചത്തെ ഡേറ്റ്, 6 ദിവസത്തെ ഡേറ്റ് എല്ലാം ഉണ്ടാവും. പക്ഷെ നല്ല സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. പിന്നെ പച്ചക്കറിയെല്ലാം നല്ല സൂപ്പറായിരുന്നു കേട്ടോ. പച്ചക്കറിയെല്ലാം നല്ല പച്ചക്കറിയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ പോയിട്ട് സാധനം വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോവുകയാണ് കേട്ടോ. പിന്നെ എന്തുണ്ട് വിശേഷം? ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാനുള്ള സമയമില്ല. അപ്പോൾ സമയമില്ലാത്തല്ല, ഒന്നാമത് എന്തോ ഒരു മൈൻഡൊന്നുമില്ല. അപ്പോൾ ഉള്ള വീഡിയോ എല്ലാം കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാ സിഗ്നൽ വീണു. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ എന്തൊക്കെയുണ്ട്? ലൈവ് ഇടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ലൈവ് വരണ്ട്. ഇങ്ങനെ ചെറുങ്ങനെ വൈകുന്നേരമായിന് കേട്ടോ. നല്ലതാ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ചൂടാണ്, പിടുത്തം വിട്ട ചൂടാണ്, നല്ല ചൂടാണ്. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും വിവരങ്ങളെല്ലാം അറിയിക്കണം. അങ്ങനെ ഞങ്ങളിതാ കടയിൽ കയറി. നല്ല പച്ചക്കറിയാണ് കേട്ടോ. ഞാൻ അന്ന് കുറേ പച്ചക്കറി എടുത്തിട്ടാ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോൾ ഇറച്ചിനോടോ ആദ്യം എനിക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആഴ്ചക്കാഴ്ചക്ക് ബീഫ്. ഇപ്പം അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അതേപോലെ കോഴി, എന്താ അറിയില്ല, എല്ലാത്തിനോടൊരു വെറുപ്പ് പോലെ. ഇപ്പോൾ ഇതാ നല്ല സാധനങ്ങളുണ്ട് കേട്ടോ. നല്ല പച്ചക്കറി, ഫ്രൂട്ട്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇപ്പം ഞാൻ തക്കാളിയും കാര്യങ്ങളെല്ലാം എടുത്ത് ഈത്തപ്പഴമെല്ലാം കണ്ട പച്ചതാ, പൈനാപ്പിൾ, ഈത്തപ്പഴം, തക്കാളി എല്ലാത്തിനും വില കുറവ് കേട്ടോ. മൊത്തത്തിൽ വില കുറവാണ്. പിന്നെ എല്ലാവരും പച്ചക്കറിയെല്ലാം എടുത്തു കേട്ടോ. അങ്ങനെ സാധനങ്ങളെല്ലാം ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒട്ടും ഇല്ലാത്തപ്പോഴേ പോവുള്ളൂ കേട്ടോ. സാധനങ്ങൾ എപ്പോഴൊന്നും പോയി വാങ്ങുന്ന പരിപാടിയൊന്നുമില്ല. തക്കാളി ഉള്ളിയെല്ലാം കുറേ ഉണ്ടാവും കൊണ്ടുവച്ചാൽ. പിന്നെ അത്രയല്ലേ ഫുഡ് ഉണ്ടാക്കുന്നു. റൂമിലെല്ലാം ഫുഡ് ഉണ്ടാക്കൽ കുറവാണ്. ഇപ്പോൾ ചേച്ചിനോട് ഞാൻ മൊബൈൽ പിടിക്കാറുണ്ട്. ചേച്ചി എന്താക്കിയെന്ന് അറിയില്ല. പിന്നെ ഞങ്ങൾ അത്യാവശ്യം പച്ചക്കറിയും ഫ്രൂട്ട്സ്, പിന്നെ നല്ല പച്ചക്കറി കണ്ടാൽ ആരും എടുത്തു പോകും. ഒന്ന് ഫ്രഷ് പച്ചക്കറിയും ഫ്രൂട്ട്സ് അല്ലേ ഇരുന്നു കേട്ടോ. എടുക്കാത്തോലും എടുക്കും ഇത് കണ്ടാൽ. ഞാൻ അത്യാവശ്യം ആപ്പിളെല്ലാം എടുത്തു. നല്ല കറുത്ത മുന്തിരി, ഓറഞ്ച് മുന്തിരി എല്ലാം, അവക്കാട് പല സൈസും ഉണ്ട് കേട്ടോ. എല്ലാത്തിനും വില കുറവാണ്. നല്ല ആളും ഉണ്ടായിരുന്നു. ഇത് പുതിയത് ഓപ്പൺ ആക്കിയാലും പിന്നെ എല്ലാവരും ഉണ്ടാവുമല്ലോ. പിന്നെ ഞങ്ങളിതാ മീൻ വാങ്ങി നല്ല വിറ്റുണ്ട്. മീനെല്ലാം വാങ്ങി, കൂന്തളെല്ലാം വാങ്ങി, പിന്നെ ക്ലീനാക്കാൻ വേണ്ടി കൊടുത്ത്. പിന്നെ ഞങ്ങൾ സാധനങ്ങളെല്ലാം എടുത്ത് മേലെ പോയി സാധനങ്ങളെല്ലാം എടുത്ത് വന്ന് ഈ മീനിൻ്റെ കാര്യം മറന്നിട്ട് റൂമിലോട്ട് പോയി. അപ്പം അന്ന് മീൻ വാങ്ങിയിട്ടില്ല കേട്ടോ. ഒലിവിൻ്റെ കുരു കണ്ടില്ലേ, പല സൈസും ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ബില്ലെല്ലാം ആക്കി. ഇപ്പോൾ പിന്നെ സോപ്പും പൊടി എടുത്തിട്ടില്ല പറഞ്ഞിട്ട് സോപ്പും പൊടി പിന്നെ ഇതിൻ്റെ താഴെയാണെന്നെല്ലാം പറഞ്ഞ്. അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങോട്ടും പോയിട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ എടുത്തു പോകും. പക്ഷെ ഞാൻ ഈ പൊരിക്കുന്ന ചിക്കൻ അങ്ങനത്തെ ഒന്നും എടുക്കൂല കേട്ടോ. എനിക്ക് മീൻ പൊരിച്ച് കഴിക്കുന്നത് തന്നെ ഇഷ്ടമല്ല.
അപ്പോൾ ചേച്ചി ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധനം എടുക്കാൻ പോയാൽ എപ്പോഴെങ്കിലും പോകുള്ളൂ. പക്ഷേ എല്ലാം എടുക്കും കേട്ടോ, ഇല്ലാത്തെല്ലാം എടുക്കും. അപ്പോൾ അതാ താഴേക്കത്തെ സോപ്പും പൊടി, കാര്യമായിട്ട് സോപ്പും പൊടിയൊന്നും ഇല്ലായിട്ടാണ് വന്നത്. പിന്നെ ബില്ലടിക്കാൻ നേരത്താണ് സോപ്പും പൊടി ഒന്നും എടുത്തിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിന്. അങ്ങനെ അതാ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിപ്പോവുകയാണ്. ഇവിടെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ, സോപ്പും പൊടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ സോപ്പും പൊടിയും എല്ലാം എടുത്ത്, കംഫോർട്ട് എല്ലാ സാധനവും കണ്ട എടുത്ത് ഒരു വീട്ടിലോട്ടുള്ള എല്ലാ സാധനവും ഈ കടയിൽ. ഇവർക്ക് ഒരുപാട് കട ഉണ്ട് കേട്ടോ ദോഹയിൽ, ഒരുപാട് കട. എല്ലാ സാധനത്തിനും വില കുറവാണ് കേട്ടോ. ഇതിനെല്ലാം 5 കിലോനെല്ലാം 11 റിയാൽ, 10 റിയാൽ, 9 റിയാൽ എല്ലാം ഉള്ളു. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന വലുതിന്. അങ്ങനെ ഞങ്ങൾ പിന്നെ ബില്ലെല്ലാം അടിച്ചു. പിന്നെ ഞങ്ങൾ അങ്ങനെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. സാധനങ്ങളെല്ലാം വാങ്ങി വണ്ടിയിൽ അതാ അവരെന്നെ കൊണ്ടുവന്ന് ഡിക്കിയിൽ വെച്ച് തന്നു കേട്ടോ. നല്ല ആളുണ്ടായിരുന്നു കേട്ടോ കടയിൽ. അങ്ങനെ ഇതാ ഞങ്ങൾ പോവുകയാണ്. ഇടയ്ക്കൽ എങ്ങനെ ഷോപ്പിങ് ഉണ്ടാവും, ഒരു മാസം ചിലപ്പോൾ 1 വട്ടം 2 വട്ടമെല്ലാം ഉണ്ടാവും കേട്ടോ. ഇല്ലാത്ത സാധനങ്ങൾ തീരെ ഇല്ല എന്ന് കണ്ടാൽ പിന്നെ നോക്കൂല. ഞങ്ങൾ പിന്നെ സാധനത്തിന് പോയി സാധനങ്ങളെല്ലാം വാങ്ങി അങ്ങനെ വരും. അതും ഒരു രസമല്ലേ. അത് ഇന്ന കട എന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇഷ്ടപ്പെട്ട കട. എനിക്ക് ഏറ്റവും കട സഫാരിയാണ് ഇഷ്ടം. ഞാൻ വന്നേ മുതലേ കണ്ടോണ്ട്. അപ്പോൾ ഇതെല്ലാം ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക.